നമ്മൾ വാട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ചെറിയൊരു ഹൊറർ ഗെയിമാണ്. ഹൊറർ ഗെയിം എന്ന് പറയാൻ പറ്റൂല, ഇതൊരു വിച്ച് ക്രൈ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ കൂടുതലൊന്നും പറയട്ടെ, ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം. വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതിൽ ഗോസ്റ്റ് മോഡ് ഉണ്ട് ഗൈസ്. ആദ്യമായിട്ട് കളിക്കണമെങ്കിൽ നമുക്ക് ഗോസ്റ്റ് ഇട്ട് കളിച്ച് നോക്കാം, എന്നിട്ട് നോർമൽ ഇട്ട് ഒരു പ്രാവശ്യം വീഡിയോ ഇടാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം ഹൊറർ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ കടിക്കണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഇതിന് സ്റ്റോറിയൊക്കെ ഉണ്ടോ? നമ്മുടെ വീടാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് ഇത് ക്യാരക്ടർ നമ്മളാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഇവിടെ എൻ്റെ പേരെടുത്തിട്ടുണ്ട് ഗെയിമിൻ്റെ കൂടെ നിന്ന്. അപ്പോൾ ഈ ക്യാരക്ടർ നമ്മളാണ്. നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് വിൻഡോയിൽ എന്തോ ഒരു വലിയ സൗണ്ട് ആയിട്ട് എണീറ്റ് നോക്കിയപ്പോൾ നമ്മൾ പേടിച്ചു പോയി. പെട്ടെന്ന് എന്തോ ഒരു സംഭവം, എന്തോ ക്രീപ്പിഡ് എന്തോ കണ്ട് നമ്മൾ പേടിച്ച് കട്ടിൻ്റെ അടിയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ധൈര്യം വന്ന് നമ്മുടെ മറ്റേ ഇതെടുത്തോണ്ട് പോയി, സ്ലിംഗ് ഷോട്ട് എടുത്തോണ്ട് പോയിട്ട് നോക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു വിൻഡ് വന്നു. പെട്ടെന്ന് വിൻഡ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റ് വന്ന് നമ്മൾ എടുത്തോണ്ട് അവിടെ കൊണ്ട് അതൊരു പ്രിസണിൽ കൊണ്ടിട്ട് ഇതാണ്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ പ്രിസൺ ഓർമ്മ വന്ന്. ഈ സ്റ്റോറി വായിക്കണമെങ്കിൽ ഇഷ്ടമല്ല. ഇതാണ് കൈസ് ആ പ്രിസൺ. നമ്മൾ പെട്ടെന്ന് എണീറ്റ് നോക്കി, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് സ്വപ്നം കണ്ടാൽ നമ്മൾ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇരിക്കുന്നത് ഒരു പ്രിസണിലായിരിക്കും. അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ആവുന്നത്. വിച്ച് ക്രൈ എന്താ സ്റ്റാർട്ട് ആവാത്ത ഇത്ര നേരമായിട്ടും? എന്തെങ്കിലും പറ്റിയോ? എന്താ വരാത്തടേ? ഓപ്ഷൻ ഒന്നും കാണില്ല. ട്രാൻസ്ലേഷൻ ഗൈസ്. ട്രാൻസ്ലേഷനും കണ്ട ഇപ്പോൾ ആയത്. ഇവിടെ എന്തോ ലോക്ക് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കൂട് ഗൈസ്. നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഇതായിരിക്കുന്നു. അത് കഴിക്കാൻ പറ്റുമോ? ഇതായിരിക്കണ്ട കീ കിട്ടി ഗൈസ്. ഇവിടെ ഒരു മെഴുക് തീരുണ്ട്. കീ നമുക്ക് സ്ലിംഗ് ഷോട്ട് അടിച്ചു വെക്കണമെന്ന് തോന്നുന്നു. കിട്ടി ഗൈസ്. കീ കിട്ടി എനിക്ക്. കീ ഇട്ട് ഇത് തുറ ഗൈസ്. കീ ഇട്ട് ഞാൻ ഇത് തുറന്ന് ഗൈസ്. കീ ഇട്ട് ഞാനത് തുറന്നിട്ട് അപ്പോൾ നമുക്ക് താഴെയൊക്കെ ഫുള്ള് സെർച്ച് ചെയ്യാം. ഇവിടെയൊക്കെ ഫുള്ള് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്തറാ വാളാ എന്തറാ ഗൈസ്. നമുക്ക് ഇതിനെ തുളിക്കാൻ പറ്റും. ഇവിടെ ഇത് കൈയുടെ ഹൈഫൈ കൊടുത്ത് ഗൈസ്. ഞാൻ പെട്ടി തുറടാ നമ്മുടെ ഗൈസ്. പെട്ടി തുറക്കുമ്പോൾ നമ്മൾ അടിക്കണ് ഹൈഫൈ. ഈ കൈ ഉണ്ടോ അതിൽ കാര്യമൊന്നുമില്ല ഗൈസ്. അവിടെ നമ്മൾ മിക്കവാറും ഈ സംഭവം ചെയ്യാറുണ്ട്. കൈനെ ഇക്ലിയല്ല ആക്കണോ എനിക്ക്. എന്തറാ ഗൈസ്, ഇത് മൂക്കാണ്. ഇത് മണക്കണം. എന്ത് സാധനം ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും അവിടെ ഒരു കൈ, ഇവിടെ ഒരു മൂക്ക്, എല്ലാം സ്ട്രേഞ്ച് തിങ്സ് ആണ് മൊത്തം. ഇവിടെ എന്തോ ക്ലൂ ഉണ്ട് ഗൈസ്. ഇങ്ങനെ താഴോട്ട് പോണ്. എന്താ ഗൈസ്, ക്ലോക്കിൽ സമയം മാറ്റണം. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് താഴെ പോയി. ഇവിടെ എന്തോ എന്നിട്ടുണ്ടോ എന്താ ചാലപ്പനി കേൾക്കാൻ വയ്യ ഗൈസ്. അത് കത്തിപ്പോയി ഗൈസ്. അത് കത്തിപ്പോ എന്തോ സീക്രട്ട് ആണെന്ന് തോന്നുന്നു എനിക്ക് ഗൈസ്. നമ്മൾ ഗോസ്റ്റ് ഇതെന്തറടി ഗൈസ്. എന്തോ ഒരുത്തിൻ്റെ തല ഇവിടെ മൊത്തം എന്തോ സ്ട്രേഞ്ച് തിങ്സ് ആണല്ലോ മൊത്തം ഗൈസ്. എന്തോ ഒരു ഇതും കിട്ടി റൂണ്. ഇവിടെ ഒന്നും ഇല്ലല്ലേ. 7 ഗൈസ്. ഈ ഡോർ ഞാൻ തുറന്നു. ഇവിടെ വിച്ച് ഇതാണോ വിച്ച്? വിച്ച് ഇങ്ങനെ ആയിരിക്കണത്. കണ്ടില്ല ഗൈസ്. നമ്മളെ കണ്ടില്ല വിച്ച്. വിച്ച് ഇങ്ങനെ എന്തിരിക്കണത്? ഒരു ബോൾ ഉണ്ട ബോൾ ഗൈസ്. അവൻ്റെ കാല് ഗൈസ്. ഇതെന്തൊരു ഗൈസ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവണല്ലോ ഒന്നും. അവിടെ ആണെങ്കിൽ ഒരുത്തരുടെ തല ഇരിക്കുന്നു, ഇവിടെയാണ് ഒരുത്തരുടെ കാല് ഇരിക്കുന്നത്, അവിടെയാണ് ഒരുത്തരുടെ കൈ ഇരിക്കുന്നത്, അവൻ്റെ വായ ഒരു കൈ ഇരിക്കുന്നു ഗൈസ്. ഗൈസ് ഈ കൈ കൊണ്ട് നമുക്ക് അവിടെ അടിക്കുന്നതായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റൂലേ. ഇവിടെ എന്തോ ഫോർക്ക് ഇരിക്കണം. എനിക്ക് എന്തോ നന്നൂടെ കാര്യങ്ങളൊന്നും. ഇവിടെ തുറന്നു നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇത് ഒന്നും അളഞ്ഞു ഗൈസ്. ഞാൻ ഗോസ്റ്റ് മോഡ് അടിക്കുന്നത് കുഴപ്പമില്ല ഗൈസ്. ഞാൻ ഗോസ്റ്റ് മോഡാണ് അടിക്കണം. അപ്പോൾ നമ്മളെ പിടിക്കാനൊന്നുമില്ല അങ്ങനെ. എന്താ ഗൈസ്, എനിക്ക് തോന്നണ ഈ റൂമിന് ഇവിടെ പാറ്റേണിൽ വെക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഡോർ തുറക്കുമായിരിക്കും. എന്താ എന്തോ ഒരു സംഭവം ഗൈസ്. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. വെറുതെ കേട്ടിട്ടില്ല കാര്യമൊന്നുമില്ല. കേട്ടിട്ട് കാര്യമില്ലാത്തത് കേൾക്കല്ലോ. ഇതെന്ത് സാധനം ഇവിടെ ഇരിക്കണത്? റൂണാ. ഇവിടെ ക്രോബാർ ഇരിക്കുന്നു ഗൈസ്. ഇത് എന്തിനാണ്ടാ ഇത്? നമുക്ക് ഇതെടുക്കാൻ പോ. ആ സാധനം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. എന്തോ കുന്തമാണ്.
എന്തോ ഒരു കുന്തമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കാം, നല്ല ഉണ്ടാവും. ഇത് മറ്റേ ആ വിച്ചിന്റെ ബാത്റൂം ആണെന്ന് തോന്നുന്നു, പഴയ ബാഡബ്. അതെന്താ അവിടെ സോക്സ് എന്തിനാണ് നാട്ടം പിടിച്ച സോക്സ്? എനിക്ക് തോന്നണ ആ സോക്സ് കണ്ടില്ലേ, നമ്മൾ മറ്റവൻ്റെ മൂക്ക് കണ്ടില്ലേ മുകളിൽ, അവിടെ കൊണ്ട് കൊടുക്കണമെന്നോ അവിടെ വെക്കണമെന്ന് തോന്നുന്നു. അല്ല നാട്ടം പിടിച്ച സോക്സ് അപ്പടി പൈസ നാട്ടം പിടിച്ച സോക്സ് ഇതിൽ തുറന്നത്. ഇവിടെ തുറന്നറാടി. ഇവിടെ എന്ത് ചെയ്യണം? കുട്ട് ഓഫ്. പൈസ അത് ഇളക്കണമെങ്കിൽ എന്തിനാ വേണം? എന്തോ ഒരു സംഭവം പറയണം. പക്ഷെ അതെന്തിനാ കുന്തമാണ്, എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണ്. ചലപ്പ് തന്നെ മൊത്തം. ഗൈസ് നമുക്ക് മുകളിൽ കയറാൻ പറ്റും, സെർച്ച് ചെയ്യാൻ ഫുള്ള്. എന്തിനാണ് ഇവിടെ മൊത്തം ഈ പർപ്പിൾ കളറിലെ സാധനങ്ങൾ? പക്ഷെ ഇവിടെ ഒന്നുമില്ല. പാമ്പിടി. ആ പാമ്പിൻ്റെ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പാമ്പിന് എന്തെങ്കിലും കൊടുക്കണമായിരിക്കും മേ ബി. വേറെ ഒന്നും കിട്ടണില്ല ഇവിടെ നിന്ന്. ഇവിടെ വേറൊന്നും ഇല്ലല്ലോ. എന്താ ഇത്? ഗൈസ് നമുക്ക് താഴെ ഇറങ്ങി പോവാം. ഗൈസ് ഇവിടെ എനിക്ക് ക്രോബാർ വേണമെന്ന് തോന്നുന്നു മേ ബി. അപ്പോൾ നമുക്ക് ക്രോബാർ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് ഇത് ട്രൈ ചെയ്യണതാണ് ഞാൻ റിയലായിട്ട് കളിക്കും ഇതിനെ. ഇത് കളിക്കാൻ എനിക്ക് പ്ലാനൊന്നും ഇല്ലാതിരിക്കും, എന്നാലും കളിച്ച് നോക്കാം ഗൈസ് നമുക്ക്. ഗൈസ് നമ്മൾ ക്രോബാർ മുകളിലല്ലേ ഇട്ടത്? തോന്നുന്നുണ്ട് മുകളിലാണ് ഇട്ടേന്ന്. ഇവിടെ അല്ലേ എന്തോ അല്ലേ ഇട്ടത് ക്രോബാർ? ഗൈസ് ക്രോബാർ എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിനി ക്രോബാർ എടുത്താണ് കളി. നമുക്ക് മുകളിലോട്ട് പോവാം ഗൈസ്. മുകളിലോട്ട് പോയിട്ട് അടുത്ത ക്രോബാർ ഇട്ട് തിളക്കാം. ഗൈസ് എന്തോ ഡോർ തുറന്ന്. ഇവിടെ ഗൈസ് സീക്രട്ട് ഡോറാ. അത് എന്തോ ഒരു സീക്രട്ട് ഡോർ തുറന്ന്. സീക്രട്ട് ഡോർ. ഇതെന്ത് സാധനം? ഈ കുറെ ഡയറി പേജ് ഇട്ടുന്നുണ്ട്. വീണ്ടും ഒന്ന് കിട്ടി. എന്തിനാണെന്താ ഡയറി പേജ് ആവശ്യം? ഇവിടെ കൂടെ നമുക്ക് താഴെ ഇറങ്ങാം. ആദ്യം നമ്മളിവിടെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇവിടെ മൊത്തം, എന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങി നോക്കാം അവിടെ ആ സ്ഥലമാണ്. പക്ഷെ എന്തോ കാണിക്കണ് ഗൈസ്. എന്തോ ഒരു കാക്കേരറ്റ അവിടെ ക്ലോക്ക് ഉണ്ടില്ല. കാക്ക എന്തോ വരും. അപ്പോൾ നമുക്ക് ആ തൂവലെടുത്തിട്ട് എന്തോ കളിയുണ്ട് ഗൈസ്. അതെനിക്ക് മനസ്സിലായി. തൂവലെടുത്തിട്ട് എന്തോ ഒരു കളിയുണ്ട്. ഇവിടെ വേറൊന്നും എടുക്കില്ല. നമുക്ക് വെളി ഇറങ്ങണ വെളി. എന്തൊരു വാഴയാണ് ഗൈസ്. അതൊന്നും അറിഞ്ഞൂടെങ്കിലും ഗൈസ് എന്താ അത്? നമുക്ക് ഒന്നുകൂടി മുകളിൽ പോയി നോക്കാം ഗൈസ്. മുകളിൽ പോയി ഫുള്ള് സെർച്ച് ചെയ്യാം നമുക്ക്. ഇവിടെ എന്തൊരു ഇത് മറ്റേ റൂണല്ലേ? ഒരു റൂൺ എടുത്ത് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് മറ്റേ റൂൺ എടുത്ത് കലിട്ട് കുലിക്കാൻ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. അത് കൊള്ളാമല്ലോ. അപ്പോൾ ഒരു മാച്ചൊക്കെ കൊണ്ടുവന്നോണ് ഗൈസ് എനിക്ക് മേ ബി. നമ്മൾ ഒരു ഇതെടുത്തിട്ട് ഒരു റൂൺ കയ്യിലെടുത്തിട്ട് ഒരു റൂൺ ഒരു സ്ഥലത്തിട്ട് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാമല്ലോ എന്നാ സംഭവം. ഇതെന്താ മൂക്കിൽ നിന്ന് എന്തൊരു പുക പൊയ്ക്കൊണ്ടിരിക്കണം. നാട്ടമുണ്ട് വാഹനം. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ഇത് ഒരു റൂൺ ഇവിടെ കിടന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകണം. ഇതിൻ്റെ അകത്തോട്ട് എന്തോ കളിയുണ്ട്. അതിൻ്റെ അത് പോകണം എങ്ങനെയെന്ന് എനിക്ക് എന്നോടാ ഗൈസ്. അതാണ് കുഴപ്പം ഗൈസ്. സ്വിച്ച് ഇതാ ഗൈസ്. സ്വിച്ചിൽ എന്താ മന്ത്രോടിയൊക്കെ ഉണ്ട്. മന്ത്രോടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യും. നമ്മളെന്തെങ്കിലും ആക്കോ ഇനി? മൊയിലല്ല ആക്കോ ഗൈസ് നമ്മൾ മന്ത്രോടി ഇട്ട്? എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സ്വിച്ച് ലുക്കറ്റ് എന്തിനാണ്? സ്വിച്ചിൻ്റെ കയ്യിൽ ഒരുത്തം കടിച്ചു പിടിച്ചിരിക്കുന്ന അതിൽ ഇച്ചാണ് അടിക്കണം. അത്ര തന്നെ ഗൈസ്. നമുക്ക് ഒരു റൂൺ ഇവിടെ നിന്നല്ലേ കിട്ടിയത്. ഒരു റൂണ് ഇതായിരിക്കണം. ഒരു റൂണ് ഗൈസ്. ഒരു റൂണ് ഇതായിരിക്കണം. എടുക്കണം എനിക്കത്. ഈ റൂണ് നമുക്ക് മറ്റവിടെ കൊണ്ടുവരണം തോന്നി. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു റൂൺ ഇവിടെ കൊണ്ടിട്ട് വെക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ. ഇവിടെ അല്ലേ നമുക്ക് പോകാൻ പറ്റാത്തത്. ഇത്ര പോടാ ഗൈസ്. പോയൊക്കെ തൊട്ട്. അപ്പം നമുക്ക് ഒരു റൂൺ എടുത്ത് കയറിട്ട് കുലുക്കണം. അയ്യോ ഗൈസ്. ഒരു റൂണ് താഴെ ഇടണം. താഴെ ആണെന്ന് തോന്നുന്നു. താഴെയാണ് ഒരു റൂൺ ഇടണം. നമുക്ക് ആ റൂണ് പോയി എടുക്കാം. ഇവിടെ റൂണെന്ന് പറയാൻ എനിക്ക് പറ്റണില്ല ഗൈസ്. ഇത് കുലുക്കണം ഇങ്ങനെ അല്ലേ?
അതിൻ്റെ അകത്തെത്തി. ഞാൻ അതിൻ്റെ അകത്തെത്തി. എനിക്ക് എന്തോ ബോൺ കിട്ടി. ബോൺ ഇവിടെ ഇത്രയും കല്ല് കിടക്കുന്നുണ്ടോ? ഇവിടെ എന്തിനാണ്? എനിക്ക് തോന്നുന്നു ആ മന്ത്രവാദിയുടെ വടി നമുക്ക് എടുക്കണം. എന്നിട്ട് ആ പാമ്പിനെ നമുക്ക് കയറാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് മിക്കവാറും അതിൻ്റെ ആവശ്യം വരും. ഗൈസ് അപ്പോൾ നമുക്ക് ഈ എല്ലെന്തിനാണ് ഗൈസ്? തീരിട്ട് കത്തിക്കാനാണോ അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. എല്ലാം അതിനല്ല. ഇവിടെ എന്തിനും ഉണ്ട്. ഗോപ്പ് ഗൈസ്. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഒന്നും കിട്ടണില്ല എനിക്ക്. ഇവിടെ എന്തോ കിടന്ന് ഗൈസ്. ആ മന്ത്രം അവിടെ എടുത്ത് നമുക്ക് ഷോക്ക് കൊടുക്കാൻ പറ്റും. ഷസാൻ അടിക്കുന്നു. അപ്പോൾ മന്ത്രം അവിടെ എടുക്കണം എങ്ങനെയാണ്? അത് മാത്രം എനിക്ക് എന്തുണ്ടാ ഗൈസ്. മന്ത്രം അവിടെ എങ്ങനെ എടുക്കും? എന്നാ വിച്ചിന് കൊടുത്താലേത് ഗൈസ്. ആ പാമ്പിൽ നമുക്ക് ഇതുകൊണ്ട് കൊടുക്കണം തോന്നുന്നു എനിക്ക്. കൊടുത്ത ചിലപ്പോൾ തരുമായിരിക്കും. നോക്കാം ഗൈസ്. ഈ എല്ലും കഷ്ണം കൊണ്ട് പാമ്പിന് കൊടുക്കാം. അപ്പോൾ പാമ്പ് നമുക്ക് എന്തായാലും തരൂലേ ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതിയാന്ന് പറയാൻ വരട്ടെ. ആ പാമ്പിനെ നമുക്ക് പോയി എന്താ കയറാ? കയറാനും മടിയായ ഗൈസ്. പാമ്പിന് ഇത് കൊടുക്കാം നമുക്ക്. എടുക്കടാ പാമ്പേ. അഹങ്കാരം പാടില്ല പാമ്പേ. എന്നാ അടുത്തോ? ഹൗദാ ഗൈസ്. നമുക്കിതിനെ കൊന്നാലോ അങ്ങ്? എന്താ അതൊന്നും ആവാത്തത് ഗൈസ്? ഇപ്പൊ എല്ലെന്തിനാണ്? എല്ലിട്ട് നമുക്ക് എന്തെങ്കിലും മാജിക് കാണിക്കാൻ പറ്റുമോ ഗൈസ്? ഈ എല്ലിട്ട് എന്ത് ചെയ്യണം? എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൈസ്. എനിക്കിവിടെ മുകളിലൊന്നും ചെയ്യില്ല. അതിവിടെ ഒന്നും ഇല്ലല്ലോ. എല്ലെടുത്ത് അതിന് കൊടുത്തു. കൈന് എല്ല് കൊടുത്തോക്കാ ഗൈസ്. എന്നാ അപ്പടി എല്ലെന്നാ നീ പോടാ. എൻ്റെ ഉണ്ട്. നീ എന്നെ അടിക്കല്ലേ കിടന്ന് കുറേ നേരം കൊണ്ട്. ഗൈസ് അത് എന്നെ കവാടം നോക്കി അടിക്കണിട്ട് കുറേ നേരം കൊണ്ടിട്ട്. നമുക്കപ്പോൾ എന്താ ചെയ്യാണ്ട് ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുള്ള. ലുക്കറ്റാ ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവില്ല ചെയ്യണം. ഗൈസ് ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് മുകളിൽ പോയി നോക്കാം. ഗൈസ് അപ്പോൾ ഗൈസ് എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഗെയിം പ്ലേ ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പം ബൈ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.